ഹായ് ഫ്രണ്ട്സ്, ഐഡിയ ലേണിങ്ങിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് എവല്യൂഷൻ ഓഫ് സോഷ്യൽ വർക്ക് ഇൻ USA കുറിച്ചിട്ടുള്ളതാണ്. ആക്ച്വലി ഇത് MSW സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. അവിടെ MSW 001 കുറേ എവല്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് കൺട്രീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ UK ഞാൻ ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. ഇതിപ്പോൾ നെക്സ്റ്റ് USA ആണ് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോവാം. ഇതിലിപ്പോൾ ഈ രണ്ട് സെൻറ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷനായിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. എന്താ നോക്കാം. ദ ഇംഗ്ലീഷ് പോർ ലോ ലെജിസ്ലേഷൻസ് ആൻഡ് റിലേറ്റഡ് ഡെവലപ്മെൻറ്റ് പ്രൊവൈഡ് ദ ബാക്ക്ഗ്രൗണ്ട് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് അമേരിക്കൻ സിസ്റ്റം ഓഫ് റിലീഫ്. ദ കോളനിസ്റ്റ് ഫ്രം ഇംഗ്ലണ്ട് who came in the early and the mid-17th century brought with them English law customs, institutions and ideas and implant them in America. സോ ഇതാണ് നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷനായിട്ട് പറയാൻ വേണ്ടി പറ്റുന്നത്. നെക്സ്റ്റ് നോക്കാം. പിന്നെ ദാറ്റ് ഇസ് എവല്യൂഷൻ ഓഫ് USA എന്ന് പറയുന്ന സമയത്ത് മൂന്ന് കാര്യങ്ങളാണ്, മൂന്ന് മൂവ്മെൻറ്റ്സ് നിർബന്ധമായിട്ട് ഓർമ്മിച്ചിരിക്കണം. ദാറ്റ് ഈസ് ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റി ആൻഡ് സെറ്റിൽമെൻറ്റ് ഹൗസ് മൂവ്മെൻറ്റ് ആൻഡ് ചൈൽഡ് വെൽഫെയർ മൂവ്മെൻറ്റ്. ഇത് ജസ്റ്റ് ഞാനൊരു ഇൻട്രൊഡക്ഷനായിട്ട് കൊടുത്തിരിക്കുകയാണ്. That is Charity Organization Society എന്ന് പറഞ്ഞിരിക്കുന്നത് that is beginning 1877 in Buffalo, ന്യൂയോർക്കിലാണ്. ആൻഡ് സെറ്റിൽമെൻറ്റ് ഹൗസ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് 1886 in ന്യൂയോർക്ക് സിറ്റിയിലാണ്. ആൻഡ് ചൈൽഡ് വെൽഫെയർ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് began in 1853 and 1857 and which was a result of several loosely rated development, notably the Children's Aid Society and Society for the Prevention of the Cruelty to Children. ആക്ച്വലി പിന്നെ ഈ ത്രീ മൂവ്മെൻറ്റ്സ് ഉണ്ടാവാനുള്ള കാരണമാണ് അതിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്നത്. ലാസ്റ്റ് ഹാഫ് ഓഫ് ദ 19th century US ഫേസ് ഇൻക്രീസ് സോഷ്യൽ പ്രോബ്ലം, ദാറ്റ് ഈസ് ഇൻഡസ്ട്രിയലൈസേഷൻസ്, അർബനൈസേഷൻസ് ആൻഡ് ഇമിഗ്രേഷൻ അല്ല കേട്ടോ, മൈഗ്രേഷൻ ആൻഡ് മാസീവ് ഗ്രോത്ത് പോപ്പുലേഷൻസ്. ഈ 4 കാരണങ്ങൾ കൊണ്ടാണ് ഈ 3 മൂവ്മെൻറ്റ്സ് ഉണ്ടായിരിക്കുന്നത്. ഡീറ്റെയിൽസിലേക്ക് നോക്കാം. ഇതിൽ COS എന്ന് പറഞ്ഞിരിക്കുന്നത് ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റി, അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹംഫ്രി ഗർട്ടിൻ ആൻഡ് ദ ഇംഗ്ലീഷ് ക്ലറിക് ഇംപ്രസ് COS ഇൻ ലണ്ടൻ ആൻഡ് ഫൗണ്ടഡ് ദ ഫസ്റ്റ് COS in US in Buffalo, New York in 1877. And it served the model for the rapid development. And by 15 years, 92 COS agencies in American cities were established. And philosophy of COS movement, that were the beginning of the professional approach to the problem of human needs, and scientific charity attitude adopted by the COS help understand, cure poverty and family disorganizations, and rather assisting the poor, and they wanted to apply science in social welfare. It had applied in medicine and engineering. പിന്നെ റീപ്ലേസ് കയോട്ടിക് ചാരിറ്റി വിത്ത് റാഷണൽ സിസ്റ്റംസ് അവർ ഇൻക്ലൂഡ് ചെയ്ത കാര്യങ്ങളാണ് ഇൻവെസ്റ്റിഗേഷൻ, കോർഡിനേഷൻ ആൻഡ് പേഴ്സണൽ സർവീസസ്. പിന്നെ ഈച്ച് കേസ് ഇൻവെസ്റ്റിഗേറ്റഡ് ഇൻഡിവിജ്വലി ത്രൂ ദ ഫ്രണ്ട്ലി വിസിറ്റേഴ്സ്, ദാറ്റ് ഈസ് വുമൺ, ആൻഡ് ആർ ദ ട്രൂ ഫോർറണ്ണർ ഓഫ് ദ ടുഡേ social work and techniques used to wear personal attributes such as sympathy, fact, പേഷ്യൻസ്, വോയിസ് ആൻഡ് അഡ്വൈസ്. അപ്പോൾ ഇതിൽ കുറച്ച് ഞാൻ ഡീറ്റെയിൽ പറയാം. ഈ രണ്ട്, ദാറ്റ്സ് ഹെൻറി ഗർട്ടിൻ ആൻഡ് ഇംഗ്ലീഷ് ക്ലറിക്കൽ വെയറാണ്. അവർ ഇംപ്രസ്ഡ് ബൈ ദ ലണ്ടൻ COS ഇംപ്രസ് ചെയ്തതിന് ശേഷമാണ് ബഫ്ലോ ന്യൂയോർക്കിൽ COS സൊസൈറ്റി തുടങ്ങുന്നത്. അപ്പോൾ ഇത് സെർവ് ഫോർ ദ മോഡൽ ഫോർ ദ റാപ്പിഡ് ഡെവലപ്മെൻ്റ് ആയിട്ട് മാറി. 15 വർഷം കൊണ്ട് 92 COS ഏജൻസീസ് അമേരിക്കൻ സിറ്റിയിലേക്ക് വന്നു. പിന്നെ ഫിലോസഫി, COS മൂവ്മെൻറ്റിൻ്റെ ഫിലോസഫി ആണ് ദ ബിഗിനിങ് ഓഫ് പ്രൊഫഷണൽ അപ്രോച്ച് ടു ദ പ്രോബ്ലം ഓഫ് ഹ്യൂമൻ നീഡ്സ് ആയിട്ട് മാറിയത്. പിന്നെ സയൻറ്റിഫിക് ചാരിറ്റി അഡോപ്റ്റഡ്, ദാറ്റ് ഇസ് ആറ്റിറ്റ്യൂഡ് അഡോപ്റ്റഡ് ബൈ ദ COS കൊണ്ട് ഉണ്ടായിരുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ അത് ഹെൽപ്പ് ചെയ്തു അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ക്യൂർ പോവർട്ടി ആൻഡ് ഫാമിലി ഡിസ്ഓർഗനൈസേഷൻസ് റാദർ ദാൻ അസിസ്റ്റിംഗ് ദ പുവർ. പിന്നെ അവർക്ക് സയൻസ് അപ്ലൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ അവർ കൊണ്ടുവന്നതാണ് ഒരു കയോട്ടിക് ചാരിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഏതിലൂടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ, കോർഡിനേഷൻ ആൻഡ് പേഴ്സണൽ സർവീസിലൂടെയാണ് ചെയ്തത്. പിന്നെ ഓരോ കേസും ഇൻഡിവിജ്വലി ആണ് നടത്തിയിട്ടുണ്ടായിരുന്നത്, അതായത് ത്രൂ ഫ്രണ്ട്ലി വിസിറ്റേഴ്സ്. MSW പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാം, ഫ്രണ്ട്ലി വിസിറ്റേഴ്സും പെയ്ഡ് വർക്കേഴ്സും. ഫ്രണ്ട്ലി വിസിറ്റേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഹു ആർ വില്ലിംഗ്ലി നമുക്ക് എന്താ പറയുക ചാരിറ്റി ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരാണ്, ദാറ്റ് ഈസ് വിത്തൗട്ട് പേയ്മെൻറ്റ്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളായിരുന്നു അന്ന് ഇൻവെസ്റ്റിഗേറ്റഡ് ചെയ്തത് ഇൻഡിവിജ്വലി. അതിൽ കൂടുതലും വുമൻസ് ആയിരുന്നു. അവരാണ് ഇപ്പോഴത്തെ ട്രൂ ഫോർറണ്ണർ ഓഫ് ടുഡേ സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. അവർ യൂസ് ചെയ്ത ടെക്നിക്സ് ആണ് പേഴ്സണൽ ആട്രിബ്യൂട്ട്സ് സച്ച് ആസ് സിമ്പതി, ഫാക്ട്, പേഷ്യൻസ് ആൻഡ് വോയിസ് അഡ്വൈസ്. ഇതാണ് COSൽ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് നോക്കാം. സെറ്റിൽമെൻറ്റ് ഹൗസ് മൂവ്മെൻറ്റ്. സെറ്റിൽമെൻറ്റ് ഹൗസ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ അനദർ സിഗ്നിഫിക്കൻറ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ സോഷ്യൽ സർവീസസ് ഇൻ അമേരിക്ക ഹാഡ് ബീൻ ദാറ്റ് ഓഫ് ദി സോഷ്യൽ ഹൗസ് മൂവ്മെൻറ്റ് ആണ്. അത് ദാറ്റ് ഈസ് ബിഗാൻ ഇൻ ദ 1880s.
It is molded after Toynbee Hall Samuel Burnett ആണ്. Many social house established including Chicago's Hull House started by Jane Addams and എയിംസ് ഗേറ്റ് സ്റ്റാർ ഇൻ 1889 ഉണ്ടായിരുന്നത്. ഈ സെറ്റിൽമെൻറ്റ് ഹൗസ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നതിൽ അവർ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്തത് സോഷ്യൽ അഡ്വക്കസി ആൻഡ് സോഷ്യൽ സർവീസസ് ആണ്. റെസ്പോണ്ട് ടു ദ സോഷ്യൽ ഡിസ്ഓർഗനൈസേഷൻ ബിക്കോസ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ, അർബനൈസേഷൻസ് ആൻഡ് ഇമിഗ്രേഷൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെറ്റിൽമെൻറ്റ് ഹൗസ് മൂവ്മെൻറ്റ് ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് സോഷ്യൽ അഡ്വക്കസി ആൻഡ് സോഷ്യൽ സർവീസസ്. പിന്നെ അവർ ചെയ്തതെന്ന് വെച്ചാൽ ത്രൂ ഗ്രൂപ്പ് വർക്ക് ആൻഡ് നെയ്ബർഹുഡ് ഓർഗനൈസിങ് സ്ട്രാറ്റജിയിലൂടെ സോഷ്യൽ വർക്കർ എസ്റ്റാബ്ലിഷ് ചെയ്തു നെയ്ബർഹുഡ് സെൻറ്റേഴ്സസ്. And it served services offered were citizenship training, adult education, counseling, recreational and daycare. ഇതാണ് ഇവർ പ്രൊവൈഡ് ചെയ്തത്. And they believed that by changing the neighborhood they can improve the community, and by changing the community they can develop a better society. And seed of social work method thus sown in the settlement house movement, that is group work, social action and community organization. ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. ലൈക്ക് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവന്ന കുറച്ച് കാര്യങ്ങളാണ്. സോഷ്യൽ അഡ്വക്കസി, സോഷ്യൽ സർവീസസ് ആയിരുന്നു ഈ മറ്റേ സോഷ്യൽ ഡിസോർഗനൈസേഷൻ പോകാൻ വേണ്ടിയിട്ട് വന്നതുകൊണ്ട്. പിന്നെ ഗ്രൂപ്പ് വർക്ക്, നെയ്ബർഹുഡ് സ്ട്രാറ്റജീസസ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഒരു നെയ്ബർഹുഡ് സെൻറ്റേഴ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു. അവർ അതിൻ്റെ അകത്ത് ഓഫർ ചെയ്തിരിക്കുന്നതാണ് സിറ്റിസൺഷിപ്പ് ട്രെയിനിങ്ങും അഡൾട്ട് എഡ്യൂക്കേഷൻസും കൗൺസിലിങ്ങും റിക്രിയേഷനും ആൻഡ് ടേക്ക് കെയറും. പിന്നെ അവർ വിശ്വസിച്ചിരുന്നത് ഒരു നെയ്ബർഹുഡിൽ മാറ്റം കൊണ്ടുവന്നെങ്കിൽ ഒരു കമ്മ്യൂണിറ്റീനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് കമ്മ്യൂണിറ്റി ഇമ്പ്രൂവ് ചെയ്തതോട് കൂടിയിട്ട് നമുക്കൊരു ബെറ്റർ സൊസൈറ്റി ഉണ്ടാക്കാൻ വേണ്ടി പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സെറ്റിൽമെൻറ്റ് ഹൗസ് മൂവ്മെൻറ്റിൽ കാണാൻ വേണ്ടി പറ്റുന്നത് ദറ്റ് ഇസ് എ മെത്തേഡ് ഓഫ് സോഷ്യൽ വർക്കിൻ്റെ ആദ്യഘട്ടമായിട്ടുള്ള ഗ്രൂപ്പ് വർക്കും സോഷ്യൽ ആക്ഷൻസും അതുപോലെ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ്റെ ആ ഒരു എന്താ പറയുക ഒരു ഇനീഷ്യൽ സ്റ്റേജ് നമുക്ക് ഈ ഒരു സെറ്റിൽമെൻറ്റ് ഹൗസ് മൂവ്മെൻറ്റിൽ കാണാൻ വേണ്ടി പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി തേർഡ് വൺ ദാറ്റ് ഈസ് എ ചൈൽഡ് വെൽഫെയർ മൂവ്മെൻറ്റ്. ഇത് നമ്മൾ നേരത്തെ തന്നെ സംസാരിച്ചിട്ടുണ്ട്. ചൈൽഡ് വെൽഫെയർ മൂവ്മെൻറ്റ് ബിഗിൻ ഇൻ 1853 and 1875 which was a result of several loosely related development, notably the Child Aid Society and Society for the Prevention of the Cruelty to Children. And its beginning can be traced back to the 1729 where Ursuline Sisters establishes an institutions in New Orleans for children of parents massacred by the Indians. And ഇവർ ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ലിമിറ്റഡ് ആംസ് മീൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചാരിറ്റി പ്രവർത്തനങ്ങൾ. ഞാൻ ഫസ്റ്റ് ആ ഒരു എവല്യൂഷനിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പ്രീസ്റ്റിൻ്റെ സമയത്തൊക്കെ, അതായത് റോൾ ഓഫ് ദ ചേർച്ചിൽ പറഞ്ഞിട്ടുണ്ട്. അവർ ഉണ്ടായിരുന്നൊരു ചാരിറ്റി ഓർഗനൈസേഷൻസ് ഉണ്ടായിരുന്നു, അവർ പ്രീസ്റ്റ് വഴിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ. അതാണ് പറഞ്ഞിരിക്കുന്നത് ലിമിറ്റഡ് ആംസ് ആൻഡ് കൺസേൺ വിത്ത് റെസ്ക്യൂയിങ് ചിൽഡ്രൻസ് ഫ്രം ദ ഇൻഎഡ്യൂക്കേറ്റഡ് ഹോംസ് ആൻഡ് സ്ട്രീറ്റ് ഫൈൻഡിങ് ഫോർ ദം ദ ഹോൾസം ലിവിങ് സിറ്റുവേഷൻസ്. അതായത് ഇൻഎഡ്യൂക്കേറ്റ് ഹോംസിൻ്റെ അകത്തും സ്ട്രീറ്റിൻ്റെ അകത്തും കുട്ടികളെ കണ്ടെത്തിയിട്ട് നല്ലൊരു ലിവിങ് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവർ വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വൺസ് ജോബ് അക്കംപ്ലിഷ് ചെയ്തപ്പോൾ അവർ കൺസിഡർ ജോബ് ടു ബി ഓവറായി എന്നാണ് അവർ കൺസിഡർ ചെയ്തത് ചൈൽഡ് വെൽഫെയർ മൂവ്മെൻറ്റ്. ആൻഡ് ലാസ്റ്റ് വൺ ദ ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യൽ വർക്ക് ഇൻ ദ USA. ഇതാണ് ലാസ്റ്റ് ഇതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയ്ഡ് സ്റ്റാഫ്, അതായത് നേരത്തെ ഫ്രണ്ട്ലി വിസിറ്റേഴ്സ് എന്ന് പറഞ്ഞില്ലേ. ഫ്രണ്ട്ലി വിസിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സിംപ്ലി ചാരിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പെയ്ഡ് സ്റ്റാഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് പേയ്മെൻറ്റ് ചെയ്ത എംപ്ലോയീസ് ആണ്. ഇവർ പെയ്ഡ് സ്റ്റാഫും അതുപോലെ തന്നെ ട്രെയിനിങ് ബൈ COS ദാറ്റ് ഈസ് എ ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റി ഫെസിലിറ്റേറ്റ് ചെയ്തത് ഷിഫ്റ്റ് ഫ്രം ദ അൺഓർഗനൈസ്ഡ് ചാരിറ്റി ടു ദ ബിഗിനിങ് ഓഫ് എൻ ഓർഗനൈസ്ഡ് ആൻഡ് സിസ്റ്റമാറ്റിക് സോഷ്യൽ വർക്കാണ് ഉണ്ടായിരുന്നത്. ആൻഡ് ഫസ്റ്റ് വേൾഡ് വാർ increased the casualty among the poor, and consequently various wartime charity programs were initiated and Welfare Act passed ചെയ്തു. പിന്നെ മേരി റിച്ച്മണ്ട് ആണ് would be considered as the first social work in US, and Social Diagnosis, that is a book ആണ്, by her is considered as a foundation for the theoretical basis social work in the US respectively. Jane Addams, Forlans Kelly and Edith Abbott improve the working condition of the neighbor organization. So ഇത്രയും പോയിന്റ് എവല്യൂഷൻ ഓഫ് നമ്മുടെ സോഷ്യൽ വർക്ക് ഇൻ USA പറയുന്ന സമയത്ത് ഓർമ്മിച്ച് വെക്കേണ്ട കാര്യങ്ങളാണ്. ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ കാണാം, അത് പഠിക്കേണ്ടെന്നല്ല, പക്ഷേ അത് ടഫായിട്ട് ഫീൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് എഴുതി കഴിഞ്ഞാലും, അതായത് ഇത് UGCക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുറച്ച് പോയിൻറ്റ്സുകളാണ്. സോ അത് യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്കും. അതായത് MSW പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും BSWയിലും അതായത് എവല്യൂഷൻ ഇൻ USA ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും എഴുതാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളാണ്. സോ ഇതോട് കൂടിയിട്ട് ഇന്നത്തെ വീഡിയോ ഫിനിഷ് ആവുകയാണ്. സോ പിന്നെ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.
MSW BSW പഠിക്കുന്ന കുട്ടികൾക്കുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും അവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.